കോട്ടയം ഇളങ്കാട്ടിൽ ചത്ത നിലയിൽ കണ്ടെത്തിയ പുലിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മരണകാരണം കഴുത്തിനേറ്റ ആഴത്തിലുള്ള മുറിവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മുറിവിനുള്ളിൽ നിന്നും കമ്പിക്കഷ്ണം കണ്ടെത്തി വിശദമായ അന്വേഷണം നടത്തുമെന്ന് DFO N രാജേഷ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. പുലിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കത്തിച്ചു കളഞ്ഞു. മുണ്ടക്കയം ഇളങ്കാട്ടിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് വനംവകുപ്പ് നടത്തുന്നത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. കോട്ടയം DFO നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമ്പോൾ എന്ത് കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ പ്രാഥമികമായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഇത് ഒരു പുലി അതിൻ്റെ കഴുത്തിലൊരു കുടുക്കുണ്ടായിരുന്നു. ആ കുടുക്കിൻ്റെ റിമൈൻസ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കുടുക്ക് മുറുകിയിട്ടാണ് അതിൻ്റെ ഇവിടെ എല്ലാം കട്ടായിട്ടുണ്ട്. ആ മുറിവിന് ഒരു 2 ദിവസത്തെ പഴക്കമുണ്ട്. പക്ഷേ പുലി ചത്തിട്ട് കണ്ട് കഷ്ടിച്ച് ഇന്നലെ നമ്മളിത് കണ്ടെത്തുമ്പോൾ 24 മണിക്കൂർ ആകുന്നതേ ഉള്ളൂ. അപ്പോൾ ആ മരണകാരണം എന്ന് പറയുന്നത് ആ ഒരു കഴുത്തിൽ ഉണ്ടായിരുന്ന കുടുക്ക് തന്നെയാണെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മുറിവിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഇരുമ്പ് ദണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കൾ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞു? ഒരു കേബിളിന്റെ കഷ്ണമാണ് ഒരു കുടുക്കിന്റെ പാർട്ടായിട്ട് നമുക്ക് അത് ആ കഴുത്തിന്റെ ഭാഗത്ത് നമുക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും പന്നിയോ മറ്റോ പിടികൂടാൻ വെച്ച കെണിയിൽ പുലി കുടുങ്ങിയതാവാമെന്ന് വല്ലോ സംശയം വനംവകുപ്പിനുണ്ടോ? അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതിന്റെ ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ട് വേണം പ്രാഥമിക അന്വേഷണം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുമളിയിൽ നമ്മുടെ തേക്കടിയിൽ സ്നിഫർ ഡോഗ് ഉണ്ടായിരുന്നു. ഡോഗിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കുടുക്ക് സ്മെല്ല് ചെയ്ത ഡോഗ് കുറച്ച് ദൂരെയുള്ള ഒരു പറമ്പിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. ആ പറമ്പിൻ്റെ ബൗണ്ടറിയിൽ വരെ പോയിട്ട് ഡോഗ് നിൽക്കാനുണ്ടായത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നോക്കി ട്രേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഈ പുലി കുടുക്ക് മുറുകി വന്ന ആ പാത്തിലെല്ലാം അതിൻ്റെ ബ്ലഡ്സും അതുപോലെ സ്കാറ്റ് അതുപോലെ കാഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ കുടുക്ക് മുറുകിയിട്ട് കുടുക്ക് പൊട്ടിച്ച് വന്ന ആ മരണപ്രാളത്തിലാണ് വന്നിട്ട് അത് മരണപ്പെട്ടിട്ടുള്ളത് മനസ്സിലാവുന്നു. ഈ ജഡം കണ്ടെത്തിയതിന്റെ എത്ര മീറ്റർ ചുറ്റളവിലാണ് ഇത്തരത്തിൽ കുടുക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് വനംവകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്? ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ. അതായത് ഈ നമ്മൾ ഈ ജഡം കണ്ടെത്തിയ ഭാഗത്ത് നിന്ന് 1.5 കിലോമീറ്റർ ദൂരമാണ് ഈ ഡോഗ് സ്നിഫ് ചെയ്ത് പോയത്. ഈ ഒരിക്കലും ഒരു പുലിയുടെ സാന്നിധ്യം കണ്ടെത്താത്ത ഒരു പ്രദേശത്താണ് ഇത്തരം ഒരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുള്ളത്. അവിടെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്താണ് ഇങ്ങനെ പുലിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവാനുണ്ടായ കാരണം എന്ത് വനംവകുപ്പിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സമീപത്തുള്ള വനപ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം 3 മുതൽ 4 കിലോമീറ്റർ അടുത്ത് വരെയാണ് ഏറ്റവും അടുത്തുള്ള വനപ്രദേശം. അപ്പോൾ നോർമലി പുലി കടുവയെല്ലാം നമ്മൾ ടെറിട്ടറി, അതായത് ഒരു അതിർത്തി കീപ്പ് ചെയ്യുന്ന അനിമൽസാണ്. അപ്പോൾ ഇതൊരു സബ് അഡൽട്ട് 2 വയസ്സ് പ്രായമുള്ള ഒരു ലെപ്പേഡാണ് ഇപ്പോൾ നമ്മൾ ഈ മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ആ ഒരു ടെറിട്ടറി അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയത്ത് അത് ആ രീതിയിൽ നാട്ടിലേക്ക് ഇറങ്ങി വഴിതെറ്റി പോയതാവാനാണ് സാധ്യത. കാരണം ഇതിന് മുൻപ് അവിടെ ആരും ഇങ്ങനെ ഒരു അനിമലിൻ്റെ സാന്നിധ്യം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ കെണി വെച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെയാണ് ഇത് ഇൻസിഡന്റ് ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചന വനംവകുപ്പിനുണ്ടോ? നമുക്ക് ആ ഡോഗ് സ്നിഫ് ചെയ്ത് പോയ ആ പോർഷനിലായിരിക്കണം ഈ കെണി ഉണ്ടായിരുന്നതെന്നുള്ള നമ്മൾ ഒരു പ്രാഥമിക നിഗമനം. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഈ കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ തന്നെയാണ് വനംവകുപ്പിന്റെ തീരുമാനമെന്നാണ് DFO വ്യക്തമാക്കുന്നത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.